കൈത്താക്കാലം 5-ാം ഞായർ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ധനവാനും ലാസറും. നമ്മുടെയൊക്കെ പേരുകൾ സ്വർഗത്തിലും എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ അവന് സുപരിചിതരാണ്. അല്ലാത്തവരുടെ പേരുകൾ പോലും അവൻ ഓർത്തു വയ്ക്കുന്നില്ല എന്നോർമ്മിപ്പിക്കുന്ന ഒരു ഉപമയാണ് യേശു ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. പടിവാതിൽക്കൽ പുഴുവരിച്ചു കിടന്നിരുന്ന മനുഷ്യന്റെ പേര് ലാസർ എന്നാണെന്ന് കൃത്യമായി യേശു ഓർത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തിന്റെ കണ്ണിൽ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ പേരിന്റെ ഉടമയായിരുന്ന ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ച് സുഭിക്ഷതയിൽ ജീവിച്ച ആ ധനവാന്റെ പേര് യേശു തിരിച്ചറിയാഞ്ഞതെന്തേ? ഈ ലോകത്തിൽ നാം അനുവർത്തിക്കുന്ന നമ്മുടെ ജീവിത ശൈലി കൊണ്ട് സ്വർഗത്തിൽ നമ്മുടെ പേരിന് അസ്തിത്വമില്ലാതായെന്ന് എത്ര ശോചനീയമാണ്. ശ്രദ്ധയും ചിന്തയും പണസമ്പാദനത്തിൽ മാത്രം ഒതുങ്ങി നിന്നവന്റെ ദൈവം സമ്പത്ത് മാത്രമാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. മാമോൻ എന്നത് ലൗകിക വസ്തുക്കളും അതിലെ നേട്ടങ്ങളും സമ്പാദ്യങ്ങളുമാണ്. ലോകം മുഴുവൻ നേടിയാലും പിന്നെയും പിന്നെയും ആഗ്രഹങ്ങൾക്ക് അറുതി വരുന്നില്ല. വാണ്ട്സ് ആർ അൺലിമിറ്റഡ് എന്നാണല്ലോ പറയുക. ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്തോറും അതൊരു തരം ആക്രാന്തമായി മാറുന്നു. അസ്വസ്ഥതയും ദുഃഖവുമായിരിക്കും പരിണിതഫലം. ഡിസയർ ഈസ് ദ റൂട്ട് കേസ് ഓഫ് ഓൾ സോറോസ്. ശ്രീ ബുദ്ധ. ദൈവത്തെ ഏറ്റവും വലിയ സമ്പാദ്യമായി തിരിച്ചറിയുന്നവനോ സമാധാനം അനുഭവിക്കും. മനുഷ്യനെ ആത്മശരീരങ്ങളോടെയാണ് യേശു ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഭൂമിയിലും സ്വർഗത്തിലും മനുഷ്യന് പൗരത്വമുണ്ട്. ഫിലിപ്പി 3:20. ലോകത്തിലെ പൗരത്വം താൽക്കാലികമാണ്, സ്വർഗത്തിലേത് ശാശ്വതവും. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ശരീരം മണ്ണിൽ തന്നെ അഴുകിത്തീരാനുള്ളതാണ്. ദൈവാംശം കൊണ്ട് നിർമ്മിച്ച ആത്മാവ് അതിന്റെ സ്വത്വം മറന്ന് ശരീരത്തോട് ഇഴുകിച്ചേരുമ്പോൾ അതിന്റെ സ്വർഗീയ കാന്തി നഷ്ടപ്പെടുകയും നിത്യജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നു. ഉപ്പിന്റെ ഉറകെട്ടു പോയാൽ പിന്നെ അതിനെ എങ്ങനെ ഉറയുള്ളതാക്കും? ധനവാനെ പോലെ മൃദുല വസ്ത്രങ്ങളും ചുമന്ന പട്ടും സുഭിക്ഷ ഭക്ഷണവും പിന്നെ മദ്യവും മദിരാക്ഷിയും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ഇട്ടുമൂടാൻ തക്കവിധം സമ്പാദ്യവും ഒക്കെ നേടിയവനോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കതുകൊണ്ട് എന്ത് പ്രയോജനം? മർക്കോസ് 8:36. ഈ ലോക ജീവിതത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്ന് മോശയും പ്രവാചകന്മാരും നിനക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ചെവിക്കൊള്ളാൻ മനസ്സിലാകാതെ ധനവാനെ പോലെ ഈ ലോക ജീവിതത്തിനു ശേഷം നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചാൽ പിതാവായ അബ്രാഹാം പോലും നിന്നെ കൈവെടിയും. ഈ കല്ലുകളിൽ നിന്നുപോലും സന്താനങ്ങളെ നൽകാൻ ദൈവത്തിന് കഴിയും. ലൂക്കാ 3:8. നിന്റെ പോക്കെങ്ങോട്ടാണ്? സ്വർഗത്തിലേക്കോ അതോ ഒരു അഗാധ ഗർത്തം കൊണ്ട് വേർതിരിക്കപ്പെട്ട നരകത്തിലേക്കോ? പരലോക ജീവിതത്തെ മറന്ന് നൈമിഷികമായ സുഭിക്ഷതയിൽ ആറാടി ജീവിച്ചിട്ട് ഒരു കൊച്ചു വിരൽത്തുമ്പിലെ ഒരിറ്റ് ജലത്തിനു വേണ്ടി പോലും കൊതിക്കുന്ന ഒരു കാലമുണ്ടാകും എന്ന ചിന്ത നിനക്കുണ്ടോ? അതിനാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിനക്ക് സ്വന്തമായെന്ന് നീ കരുതുന്ന നിന്റെ അധിക സമ്പത്ത് ലാസറിനെ പോലെയുള്ള ദരിദ്ര ജന്മങ്ങളെ സേവിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടി ദൈവം പരമേൽപ്പിച്ചതാണെന്ന ഉൾക്കാഴ്ചയോടെ ജീവിക്കാൻ പരിശ്രമിക്കുക. ഈ ലോകത്തിലെ അധാർമിക സമ്പത്ത് കൊണ്ട് ഇവിടെ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ നിത്യകൂടാരത്തിൽ അവ നിനക്ക് തുണയാകും. ലൂക്കാ 16:9. ഈ ദൂരക്കാഴ്ച ഉണ്ടാകണമെന്ന് അവസാന വിധിയുടെ ഉപമ മത്തായി 25 പോലെയുള്ള പ്രബോധനങ്ങളാണ് സുവിശേഷത്തിൽ നാം കാണുക. സക്കേവൂസ് പണസമ്പാദനത്തിലൂടെ തന്റെ ഉയരക്കുറവിനെ മറികടക്കാൻ തുനിഞ്ഞിറങ്ങിയവനായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ വഞ്ചിച്ചെടുത്തതിന്റെ 4 ഇരട്ടിയായി വീതം വച്ച് ദരിദ്രനാകാൻ അവൻ തീരുമാനിച്ചു. അവനും അവന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. ലൂക്കാ 19:19. അപരനിലേക്ക് ചെന്നെത്താത്ത എല്ലാ ആത്മീയതയും വെറും പ്രഹസനം മാത്രമാണ്. കർത്താവേ കർത്താവേ എന്ന് കാറിക്കൂകിയവരെയും തെരുവീഥികളിൽ അവനെ പ്രഘോഷിച്ചവരെയും അവന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരെയുമൊന്നും അവൻ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയില്ലത്രേ. എത്ര അപമാനകരം. മത്തായി 7:12. നിത്യജീവിതത്തിലെ കാഴ്ചകളിലും വ്യക്തികളിലും സംഭവവികാസങ്ങളിലും നിത്യതയെ ദർശിച്ച് പെരുമാറുന്നവരെയാണ് അവൻ തിരിച്ചറിയുക. ധനികനായ സക്കേവോസ് 4 ഇരട്ടി വീതിച്ച് സ്വയം ദരിദ്രനായി മാറി. അവനും അവന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. ലൂക്കാ 19:19. പുറന്തള്ളപ്പെട്ടതിനു ശേഷം ബോധോദയം ഉണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ധനികൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാനോ നശിച്ചു. കൂടെ പിറന്ന രക്തബന്ധങ്ങളെയെങ്കിലും രക്ഷിക്കാനുള്ള ഒരു
വിഫല ശ്രമം ധനികൻ നടത്തുന്നുണ്ട്. നാം മാത്രമല്ല, ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും നേരായ പാതയിലേക്ക് നയിക്കാനുള്ള കടമയാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അബ്രാഹത്തിന്റെ മടി എന്നാൽ പറുദീസ എന്നാണ് അർത്ഥം. ലാസർ കിടന്നിരുന്നത് അബ്രാഹത്തിന്റെ മടിയിലാണ്. പറുദീസ ധനവാനെ വിളിക്കുന്നത് മകനെ എന്നൊക്കെയാണ്. മകനോ മകളോ ആകാനുള്ള യോഗ്യത ലൗകിക ജനമല്ല, അത് ആത്മീയ ജനനമാകണം. ഫരിസേയർ തള്ളിപ്പറഞ്ഞെങ്കിലും കൂനുള്ള സ്ത്രീയെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് യേശു സുഖപ്പെടുത്തുമ്പോൾ പാവപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടുമുള്ള ദൈവിക നിലപാട് തന്നെയാണ് വിളിച്ചോതപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന ആനുകൂല്യം യേശു വരെ ആയിരുന്നു. ഇനി യേശുവിന്റെ വചനം പാലിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണിത്. അബ്രാഹത്തിന്റെ മക്കൾ എന്ന അഹങ്കാരത്തിന് ഇനി പ്രസക്തിയില്ലെന്ന് യോഹന്നാൻ മംദാന കല്ലുകളിൽ നിന്ന് പോലും മക്കളെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ലൂക്ക 3:8 പ്രഖ്യാപിച്ചതോടെ പരിപൂർത്തിയായി. പുതിയ ജനം എന്നാൽ ഇനി പുതിയ നിയമത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവർക്ക് സംപ്രേഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാമോദീസായും മറ്റു കൂദാശകളും ദൈവത്തിന്റെ വലിയ കൃപാകടാക്ഷത്തിന്റെ ഭാഗമാണ്. അതിന്റെ ചൈതന്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽ നമുക്ക് അംഗത്വം ലഭിക്കുക. അല്ലെങ്കിൽ അവ വെറും നിർജീവമായ ഒരു ആചാരം മാത്രമായി അധംപതിക്കും.